എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന നാം ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ വിശുദ്ധ പുരോഹിതവർഗമായി പണിയപ്പെടുന്നു. ദൈവം ഇന്ന് പകലും നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ശക്തിയുടെ ഉറവിടമാണ്. തിരുവചനം പറയുന്ന, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതെ, യേശു ശക്തിയുടെ ഉറവിടമാണ്. 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ യേശു സൗഖ്യദായകനാണെന്നറിഞ്ഞ് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശു ശക്തിയുടെ ഉറവിടമാണ്. പെട്ടെന്ന് ശക്തി പുറപ്പെടുകയും ക്ഷണത്തിൽ ആ സ്ത്രീക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. യേശു ശക്തിയുടെ ഉറവിടമാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ബലഹീനരാണെങ്കിൽ, അശക്തരാണെങ്കിൽ, നമ്മുടെ ബലഹീനതകളെ എടുത്തവൻ, വ്യാധികളെ ചുമന്നവൻ, വേദനകളെ ചുമന്നവൻ ഇന്ന് പകൽ നമ്മോട് വിളിച്ചു പറയുകയാണ്, അതെ, നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഈ ചുമട് ചുമക്കേണ്ടതില്ല, ഞാനത് ചുമന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശക്തിയുണ്ട്. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശക്തിയുണ്ട്. ക്രൂശിൻ്റെ വചനത്തിന് മുൻപിൽ എല്ലാ ഭാരങ്ങളും ഇന്ന് പകൽ ഇറങ്ങിപ്പോകും. ഒരു ചുമടും നിങ്ങൾ ചുമക്കേണ്ടതില്ല. ആത്മാവിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകാൻ പോവുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ശക്തീകരിക്കും. അങ്ങനെ ശക്തി ലഭിച്ച ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ചവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലുള്ള ശക്തി അത് ബലഹീനരെ താങ്ങുവാനാണ്. നിങ്ങളിലുള്ള ശക്തി അശക്തരുടെ ബലഹീനതകളെ ചുമക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ കൃപയാൽ ശക്തിപ്പെട്ടവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവം നടത്തിയെന്ന് പറയാൻ, ദൈവം നിർത്തിയെന്ന് പറയാൻ, സന്തോഷത്തോടെ സ്തുതിക്കാൻ, ദൈവത്തെ പാടി സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുവാൻ കഴിയാതെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ, കഠിനമായ വേദനകളിലൂടെ, മാനസിക വ്യഥകളിലൂടെ കടന്നു പോകുന്ന അനേകരുള്ളപ്പോൾ ദൈവം നിങ്ങൾക്ക് ബലം നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. നിങ്ങൾ അവരോട് പറയണം, യേശു ക്രിസ്തു ശക്തിയുടെ ഉറവിടമാണ്. യേശു നിങ്ങളെ സഹായിക്കും. എന്നെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കും. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. നിങ്ങൾ ധൈര്യമായിരിക്കുക, നിങ്ങൾ ബലപ്പെട്ടിരിക്കുക എന്ന് പറയാനുള്ള ശക്തി നിങ്ങളുടെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്.
ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇത് നമ്മുടേതല്ല, ദൈവം നൽകിയതാണ്. നമ്മൾ പണ്ടേ ബലഹീനരായിരുന്നു, തളർന്നവരായിരുന്നു, വീണ് കിടന്നവരായിരുന്നു. ഇന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സന്തോഷത്തോടെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇന്ന് വചനം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ശക്തിയാണ്. എനിക്ക് എന്നിൽ പുകഴാനൊന്നുമില്ല. യേശുവേ, ഇതങ്ങയുടെ കൃപയാണെന്ന് ഇന്ന് പകൽ എത്ര പേർ പറയും? ഇതങ്ങയുടെ ശക്തിയാണെന്ന് പറഞ്ഞ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണെന്ന് എത്ര പേർ പറയും? ദൈവം ഇന്ന് പകൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തി പ്രാപിച്ചവരെ ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്കായി അരമുറുക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് പകൽ ദൈവം നമ്മിലൂടെ ചെയ്യുന്ന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുകയാണ്. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.